ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം. അന്ന് ദെബോരയും അബീനോവാമിന്റെ മകനായ ബാരാക്കും പാട്ടുപാടിയതെന്നാൽ, നായകന്മാർ ഇസ്രയേലിനെ നയിച്ചതിനും ജനം സ്വമേധ സേവിച്ചതിനും യഹോവയെ വാഴ്ത്തുവിൻ. രാജാക്കന്മാരെ കേൾപ്പിൻ, പ്രഭുക്കന്മാരെ ചെവി തരുവിൻ. ഞാൻ പാടും, യഹോവയ്ക്ക് ഞാൻ പാടും. ഇസ്രയേലിൽ ദൈവമായ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും. യഹോവേ, നീ സേയീരിൽ നിന്ന് പുറപ്പെടുകയിൽ, ഏദോമി ദേശത്തുകൂടി നീ നടകൊള്ളുകയിൽ, ഭൂമി കുലുങ്ങി, ആകാശം പൊഴിഞ്ഞു, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു. യഹോവ സന്നിധിയിൽ മലകൾ കുലുങ്ങി. ഇസ്രയേലിൽ ദൈവമായ യഹോവയ്ക്ക് മുമ്പിൽ ആ സീനായി തന്നെ. അനാത്തിൻ പുത്രനാം ശങ്കരിൻ നാളിലും യായേരിൻ കാലത്തും പാതകൾ ശൂന്യമായി, വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു. ദെബോരയായി ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രയേലിൽ മാതാവായി എഴുന്നേൽക്കും വരെ, നായകന്മാർ ഇസ്രയേലിൽ അശേഷം അറ്റുപോയിരുന്നു. അവർ നൂതന ദേവന്മാരെ വരിച്ചു. ഗോപുരദ്വാരത്തിങ്കൽ യുദ്ധം ഭവിച്ചു. ഇസ്രയേലിന് 40,000 മധ്യേ പരിചയും കുന്തവും കണ്ടതേയില്ല. എന്റെ ഹൃദയം ഇസ്രയേൽ നായകന്മാരോട് പറ്റുന്നു. ജനത്തിലെ സ്വമേധാ സേവകരെ യഹോവയെ വാഴ്ത്തുവിൻ. വെള്ളക്കഴുതപ്പുറത്തു കയറുന്നവരെ, പരവതാനികളിൽ ഇരിക്കുന്നവരെ, കാൽനടയായി പോകുന്നവരെ വർണ്ണിപ്പിൻ. വില്ലാളികളുടെ ഞാണൊലിയോടകലെ നീർപ്പാത്തിക്കിടയിൽ, അവിടെ അവർ യഹോവയുടെ നീതികളെ, ഇസ്രയേലിലെ ഭരണനീതികളെ കഥിക്കും. യഹോവയുടെ ജനം അന്ന് ഗോപുരദ്വാരത്തിങ്കൽ ചെന്നു. ഉണരുക, ഉണരുക, ദെബോരയെ ഉണരുക, ഉണർന്ന് പാട്ടുപാടുക. എഴുന്നേൽക്ക ബാരാക്കേ, അബീനോവാത്മജ, നിന്റെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോക. അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങി വന്നു. വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു. എഫ്രയീമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവനും, ബെന്യാമീനെ, നിന്റെ പിന്നാലെ നിന്റെ ജനസമൂഹത്തിൻ മാഖീരിൽ നിന്ന് അധിപന്മാരും, സെബൂലൂനിൽ നിന്ന് നായകദണ്ഡധാരികളും വന്നു. ഇസാഖാർ പ്രഭുക്കന്മാർ ദെബോരയോടുകൂടെ ഇസാഖാർ എന്ന പോലെ ബാരാക്കും താഴ്വരയിൽ അവനോടുകൂടി ചാടിപ്പുറപ്പെട്ടു. രൂബേന്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണയങ്ങളുണ്ടായി. ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുഴലൂത്ത് കേൾപ്പാൻ നീ തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്നതെന്ത്? രൂബേന്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. ഗിലെയാദ് യോർദാനക്കരെ പാർത്തു. ദാൻ കപ്പലുകൾക്കരികെ താമസിക്കുന്നതെന്ത്? ആശേർ സമുദ്രതീരത്ത് അനങ്ങാതിരുന്ന് തുറമുഖങ്ങൾക്കകത്ത് പാർത്തുകൊണ്ടിരുന്നു. സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനം. നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. രാജാക്കന്മാർ വന്നു പൊരുതു. താനാക്കിൽ വെച്ച് മെഗിദോ വെള്ളത്തിനരികെ കനാന്യ ഭൂപന്മാർ അന്ന് പൊരുതു. വെള്ളിയങ്ങൾക്ക് കൊള്ളയായില്ല. ആകാശത്തുനിന്ന് നക്ഷത്രങ്ങൾ പൊരുതു. അവ സീസരയുമായി സ്വഗതികളിൽ പൊരുതു. കീശോൻ തോട്, പുരാതന നദിയാം കീശോൻ തോട്, തള്ളിയങ്ങവരെ ഒഴുക്കിക്കൊണ്ടുപോയി. എൻ മനമേ, നീ ബലത്തോടെ നടകൊള്ളുക. അന്ന് വൽഗീതത്താൽ, ശൂർവൽഗീതത്താൽ കുതിരക്കുളമ്പുകൾ ഘട്ടകം ചെയ്തു. മേരോസ് നഗരത്തെ ശപിച്ചുകൊള്ളുവിൻ, അതിൻ നിവാസികളെ ഉഗ്രമായി ശപിപ്പിൻ എന്ന് യഹോവ ദൂതൻ അരുളി ചെയ്തു. അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ. ശൂരന്മാർക്കെതിരെ യഹോവയ്ക്ക് തുണയായി തന്നെ. കേന്യരാം ഹേബേരിൻ ഭാര്യയാം യായേലോ, നാരീജനത്തിന് അനുഗ്രഹം ലഭിച്ചവൾ, കൂടാരവാസിനീ ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ. തണ്ണീർ അവൻ ചോദിച്ചു, പാൽ അവൾ കൊടുത്തു. രാജകീയ പാത്രത്തിൽ അവൾ ക്ഷീരം കൊടുത്തു. കുറ്റിയെടുപ്പാൻ അവൾ കൈനീട്ടി. തന്റെ വലങ്കൈ പണിക്കാരുടെ ചുറ്റികയ്ക്ക് നീട്ടി. സീസരയെ തല്ലി അവന്റെ തല തകർത്ത് അവന്റെ ചെന്നി കുത്തിത്തുളച്ചു. അവളുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു നിന്നു. അവളുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു വീണ് കിടന്നു. കുനിഞ്ഞെടുത്തു തന്നെ അവൻ ചത്തുകിടന്നു. സീസരയുടെ അമ്മ കിളിവാതിലുകളിലൂടെ കുനിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ജാലകത്തൂടെ വിളിച്ചു പറഞ്ഞത്, അവന്റെ തേർ വരുവാൻ വൈകുന്നതെന്ത്? രഥചത്രങ്ങൾക്ക് താമസമെന്ത്? ജ്ഞാനമേറിയ നായികമാർ അതിനുത്തരം പറഞ്ഞു. താനും തന്നോടുകൂടെ മറുപടി ആവർത്തിച്ചു, കിട്ടിയ കൊള്ള അവർ പങ്കിട്ടെടുക്കിയില്ലയോ? ഓരോ പുരുഷന് 1-2 പെണ്ണുങ്ങൾ. സീസരയ്ക്ക് കൊള്ള വിചിത്ര വസ്ത്രം, വിചിത്ര തയ്യലായി കൊള്ളയും കൂടെ. കൊള്ളക്കാരുടെ കഴുത്തിൽ വിചിത്ര ശീല ഈ 2 കാണും. യഹോവേ, നിന്റെ ശത്രുക്കളൊക്കെയും ഇവണ്ണം നശിക്കട്ടെ. അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ. പിന്നെ ദേശത്തിന്
40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. സദൃശ്യവാക്യങ്ങൾ 28. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. ദേശത്തെ അതിക്രമ നിമിത്തം അതിലെ പ്രഭുക്കന്മാർ പലരായിരിക്കുന്നു. ബുദ്ധിയും പരിജ്ഞാനവും ഉള്ളവർ മുഖാന്തരമോ അതിൻ്റെ വ്യവസ്ഥ ദീർഘമായി നിൽക്കുന്നു. അഗതികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ വിളവിനെ വെച്ചേക്കാതെ ഒഴുക്കിക്കളയുന്ന മഴ പോലെയാകുന്നു. ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ദുഷ്ടനെ പ്രശംസിക്കുന്നു, ന്യായപ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർക്കുന്നു. ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല, യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു. തൻ്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവൻ ബുദ്ധിയുള്ള മകൻ. അതിഭക്ഷകന്മാർക്ക് സഖിയായവനോ അപ്പനെ അപമാനിക്കുന്നു. പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അഗതികളോട് കൃപാലുവായവന് വേണ്ടി അത് ശേഖരിക്കുന്നു. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. നേരുള്ളവരെ ദുർമാർഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും. നിഷ്കളങ്കന്മാരോ നന്മ അവകാശമാക്കും. ധനവാൻ തനിക്കു തന്നെ ജ്ഞാനിയായി തോന്നുന്നു, ബുദ്ധിയുള്ള അഗതിയോ അവനെ ശോധന ചെയ്യുന്നു. നീതിമാന്മാർ ജയഘോഷം കഴിക്കുമ്പോൾ മഹോത്സവം, ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോഴോ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും. അഗതികളിൽ കർത്തൃത്വം നടത്തുന്ന ദുഷ്ടൻ ഗർജിക്കുന്ന സിംഹത്തിനും ഇര തേടി നടക്കുന്ന കരടിക്കും തുല്യൻ. ബുദ്ധിഹീനനായ പ്രഭു മഹാപീഡകനും ആകുന്നു. ദ്രവ്യാഗ്രഹം വെറുക്കുന്നവനോ ദീർഘായുസോടെ ഇരിക്കും. രക്തപാതക ഭാരം ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബന്ധപ്പെടും, അവനെ ആരും തടുക്കരുത്. നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും, നടപ്പിൽ വക്രതയുള്ളവനോ പെട്ടെന്ന് വീഴും. നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും, നിസ്സാരന്മാരെ പിൻചൊല്ലുന്നവനോ വേണ്ടുവോളം ദാരിദ്ര്യം അനുഭവിക്കും. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ, ധനവാനാകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കുകയില്ല. മുഖദാക്ഷിണ്യം കാണിക്കുന്നത് നന്നല്ല, ഒരു കഷണം അപ്പത്തിനായും മനുഷ്യൻ അന്യായം ചെയ്യും. കണ്ണുകടിയുള്ളവൻ ധനവാനാകുവാൻ ബന്ധപ്പെടുന്നു, ബുദ്ധിമുട്ട് വരുമെന്ന് അവൻ അറിയുന്നതുമില്ല. ചക്കരവാക്ക് പറയുന്നവനേക്കാൾ ശാസിക്കുന്നവന് പിന്നീട് പ്രീതി ലഭിക്കും. അപ്പനോടോ അമ്മയോടോ പിടിച്ചു പറിച്ചിട്ട് അത് അക്രമമല്ല എന്നു പറയുന്നവൻ നാശകന്റെ സഖി. അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ, ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകുകയില്ല, കണ്ണടച്ചു കളയുന്നവനോ ഏറിയൊരു ശാപമുണ്ടാകും. ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു, അവർ നശിക്കുമ്പോഴോ നീതിമാന്മാർ വർദ്ധിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം. ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോഥിയോസും കൊരിന്തിയിലെ ദൈവസഭയ്ക്കും അഖായിയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നതുപോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. നിങ്ങൾ കഷ്ടങ്ങളുടെ കൂട്ടാളികളാകുന്നതുപോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയുകയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കുമീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം
ഞങ്ങൾ മരിക്കും എന്ന് ഞങ്ങൾ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചിരിക്കുന്നു. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുവല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്കു വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാൻ ഇടവരും. ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിൽ അല്ല, ദൈവകൃപയിലത്രേ, ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. നിങ്ങൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതും അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നില്ല. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാളിൽ നിങ്ങൾ ഞങ്ങൾക്കെന്ന പോലെ ഞങ്ങൾ നിങ്ങൾക്കും പ്രശംസയാകുന്നു എന്ന് നിങ്ങൾ ഞങ്ങളെ ഏറെക്കുറെ ഗ്രഹിച്ചതുപോലെ അവസാനത്തോളം ഗ്രഹിക്കും എന്ന് ഞാൻ ആശിക്കുന്നു. ഇങ്ങനെ ഉറച്ചിട്ട് നിങ്ങൾക്ക് രണ്ടാമത് ഒരു അനുഗ്രഹം ഉണ്ടാകണമെന്ന് വെച്ച് മുമ്പേ നിങ്ങളുടെ അടുക്കൽ വരുവാനും ആ വഴിയായി മക്കദോനിയയിലേക്ക് പോയി പിന്നെ മക്കദോനിയയിൽ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാനും നിങ്ങളാൽ യഹൂദിയിലേക്ക് യാത്ര അയക്കപ്പെടുവാനും ഞാൻ വിചാരിച്ചിരുന്നു. ഇങ്ങനെ വിചാരിച്ചതിൽ ഞാൻ ചാബല്യം കാണിച്ചുവോ? അല്ലെങ്കിൽ എൻ്റെ വാക്ക് ഉവ്വ് ഇല്ല ഇല്ല എന്നാകുവാൻ തക്കവണ്ണം എൻ്റെ നിരൂപണം ജഡീക നിരൂപണമോ? നിങ്ങളോടുള്ള ഞങ്ങളുടെ വചനം ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്നതിന് വിശ്വസ്തനായ ദൈവം സാക്ഷി. ഞാനും സിൽവാനോസും തിമോഥിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. അവനിൽ ഉവ്വ് എന്നത്രയുള്ളൂ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമീൻ എന്നും തന്നെ. ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. എന്നാണ് നിങ്ങളെ ആദരിച്ചിട്ടത്രേ ഞാൻ ഇതുവരെ കൊരിന്തിൽ വരാഞ്ഞത്. അതിന് ദൈവം സാക്ഷി. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വം ഉള്ളവർ എന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികൾ അത്രേ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ.